ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. കുറച്ച് ലേറ്റായി, ഒരു 7:30 ആയി, ഒരു 5:30-6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. കുറച്ച് നേരത്തെ ഇപ്പം നേരത്തെ എണീറ്റിട്ട് ഇപ്പോൾ എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആദ്യം അടിച്ചിട്ടോ. അപ്പോൾ രാവിലത്തെ ട്രിപ്പ് നേരെ കാക്കനാട് ഭാഗത്തേക്കായിരുന്നു. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് യാത്രയിലൊരു ട്രിപ്പ് അടിച്ചു. അതുകൊണ്ട് അതിവിടെ MG റോഡിലേക്കായിരുന്നു. അവിടെ തിരിച്ച് നമ്മളെ ഏരിയയ്ക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റി. അങ്ങനെ ആ 2 ട്രിപ്പാണ് ഇന്ന് നേരെ വെളുത്തതിന് ശേഷം കിട്ടി. നല്ല ബെറ്ററാണ് ഇന്നലത്തേനെ അപേക്ഷിച്ച്. ഇന്നലെ രാവിലെ ഇറങ്ങിയിട്ട് വൈകിട്ട് വരെ ഒരു ട്രിപ്പ് ലഭിച്ചുള്ളൂ. ഇപ്പോൾ ഊബറിൽ തന്നെയാണ് അവസ്ഥ. ഊബറിൽ ഈ നേരമായിട്ടും ഒന്നേ ലഭിച്ചുള്ളൂ. രാവിലെ ഇറങ്ങിയിട്ടും യാത്രയിലൊന്നും അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ട്രിപ്പാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. അധികം കാത്തിരിക്കാതെ തന്നെ നമുക്ക് 2ാമത്തെ ട്രിപ്പും കിട്ടി. വാരാപ്പുഴ ഭാഗത്തേക്കായിരുന്നു കിട്ടിയത്. വാരാപ്പുഴ പള്ളിയിലേക്കാണ് കിട്ടിയത്. അവരുടെ അമ്മച്ചിയുടെ ആണ്ടാന്നാണ് പറഞ്ഞത്. കസ്റ്റമർ നല്ല കസ്റ്റമറായിരുന്നു. നല്ല സംസാരിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നത്. ഒരു 8 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. ഒരു 300 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു അത്. ഇനി അധികം വൈകാതെ 3ാമത്തെ ട്രിപ്പ് അടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വെയിലും, അപ്പോൾ ഞാനാണെങ്കിൽ മെയിൻ റൂട്ടുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ അധികം നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ മെല്ലനെ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വാരാപ്പുഴ ടു എടപ്പള്ളി വരെ വലിയ ട്രിപ്പ് ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എടപ്പള്ളി ഒരു ലുലുമാളിൻ്റെ അടുത്ത് വരെ പയ്യനെ വിടുക. അവിടെ എവിടെയെങ്കിലും സീഡാക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഒരു പക്ഷേ നമുക്ക് അമൃത ഹോസ്പിറ്റലിൽ ആ ഭാഗത്തേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്നാ ശരി, അവിടെ നിന്ന് കാണാം. അപ്പോൾ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തി. നേരെ ലുലുമാളിൻ്റെ അങ്ങോട്ട് വിടുന്നതിന് പകരം ആസ്റ്റർ മെഡിസിറ്റിന് അങ്ങോട്ട് വന്നു. വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഓട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ സൈഡിലാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ചായ കുടിക്കുക. നേരം 11:30 ഒക്കെ ആയില്ലേ. അപ്പോൾ നേരെ പോയി 2 പൊറോട്ടയും മുട്ടക്കറിയും അവരുടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടെ നിന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വെച്ചിട്ട് ഇറങ്ങിയിരുന്നത്. 2 ഒരു പൊറോട്ടയും ഒരു മുട്ടക്കറി വാങ്ങിച്ച്. ഒരുമാതിരി കൂടെ പൊറോട്ടയായി പോയി. റബ്ബർ മാതിരി സാധനം. ഇതും ഇല്ല, മായവും ഇല്ലാത്തൊരു പൊറോട്ട. ഇനി ജന്മം ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ ഞാൻ കയറില്ല. ആസ്റ്റർ മെഡിസിറ്റിനെ ഒട്ടും മുന്നിൽ തന്നെയുള്ള ഹോട്ടൽ. പൊറോട്ട അടുത്ത് 5 പൈസയില്ലേ, കറി വലിയ കുഴപ്പമില്ല കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം എന്നാലും ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടിയുണ്ട്. നേരെ നമുക്ക് എടുത്ത് കണ്ടേ നമ്മൾ സ്റ്റുഡിയോക്ക് ഇട്ടാലോ. സ്റ്റുഡിയോ പോയിട്ട് കാണണം. സ്റ്റുഡിയോക്കിൽ പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ അപ്പോഴത്തെ തന്നെ ട്രിപ്പ് അടിച്ചു. പക്ഷേ അടുപ്പിച്ച് 2 കിട്ടി. ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു 4ാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. 5 മിനിറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അടുപ്പിച്ച് 2-3 കിട്ടി എനിക്ക്. അത് നോക്കണം. പിന്നെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ സൈഡാക്കി ഇരുന്നപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഓക്കെ, എന്നാൽ ഇന്ന് അത്യാവശ്യം ട്രിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണോ വേണ്ടേ എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ പൊറോട്ട കഴിച്ചോളൂ, എന്നാലും നോക്കാം. ഊബറിന് വീണ്ടും എന്തോ പറ്റിക്കണമെന്ന് ഗൈസ്. ഒരു രക്ഷയില്ല. ട്രിപ്പൊന്നും ലഭിക്കുന്നില്ല. ഇപ്പം ഇനി ഊബർ ഓടിക്കണമെന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരല്ലേ ദയവ് ചെയ്തിട്ട്. ട്രിപ്പില്ല. രാവിലെ 4 കിട്ടി ഊബറിന്ന്, വളരെ ചെറുത്. 1 യാത്രയിൽ ഓടിച്ചു. അങ്ങനെ 5 ട്രിപ്പാണ് ആകെ ലഭിച്ചത്. ഒരു 900 രൂപ 1000 രൂപ അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ നമ്മൾ ചിലവും കാര്യം കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്ത് പറ്റിയാവോ എനിക്ക് തോന്നുന്നു. ഒന്നെങ്കിൽ ഡ്രൈവർമാർ എണ്ണം കൂടുതൽ, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആരുടെ കയ്യിലും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. സ്കൂളൊക്കെ തുറന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ടോട്ടലി ഓഫാണ്. റോട്ടിലൊന്നും വണ്ടി ഇല്ല, അല്ലാതെ ഒരു ഒതുങ്ങി നിൽക്കുകയാണ്. എന്ത് പറ്റിയാവോ നമ്മുടെ കൊച്ചിക്ക്. മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും 1-2 ട്രിപ്പ് ലഭിക്കുന്നുള്ള പ്രതീക്ഷയിലുള്ള ഇരുത്തമാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട്. അപ്പോൾ നോക്കാം നമുക്ക് ട്രിപ്പ് എന്തെങ്കിലും ലഭിക്കുമെന്ന്. പിള്ളേർ സീനാണ് ഗൈസ്. കടയിലെ എന്താണ് മറ്റേ ചിപ്സിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് പിള്ളേർ പോയിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ട് മുന്നേ ഇവിടെ പോലീസുകാർ വന്ന് പോയിട്ടുള്ളൂ. പിള്ളേർ ഇവിടെ പരസ്പരം തമ്മിൽ അടിയും കച്ചറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മിക്കവാറും പിള്ളേർ അടുത്ത അടി ഉണ്ടാക്കാനുള്ള സകല ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പിള്ളേരെ കുരുത്തക്കേട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചത്. ഒരു 178 രൂപയുടെ ട്രിപ്പായിരുന്നു. ഒരു 10 മിനിറ്റ് ഓട്ടം. പക്ഷേ എന്താ ചെയ്യുക, 1/2 മണിക്കൂർ നേരം പിടിച്ചു ട്രാഫിക് കൊണ്ട്. അതോടുകൂടി ഇന്നത്തെ ഓട്ടം അവസാനിപ്പിച്ചു. ഇന്ന് ഓട്ടം പൊതുവേ കുറവായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആകെ 5-6 ട്രിപ്പാണ് ലഭിച്ചത്. പക്ഷേ 1000 രൂപ ആയുള്ളൂ. ഒക്കെ ചെറിയ ഓട്ടമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ സൺഡേ അല്ലേ, എന്താവുക നോക്കാം. അപ്പോൾ ഇന്നത്തെ ഊബർ ലൈഫ് ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഹായ്.